പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കി വേഗത്തിൽ സംസാരിപ്പാൻ ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. അത് 2 പാരഗ്രാഫായിട്ടാണ് നമുക്കവിടെ കാണുവാനായി കഴിയുന്നു. ഒന്ന്, അപ്പോസ്തലനായ പൗലോസും ശീലാസും കടന്നുപോയ യാത്രയിൽ അവർക്കെതിരെ നിന്ന ഒരു ശക്തിയെക്കുറിച്ച് 16-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിനുശേഷം 19 മുതലുള്ള വാക്യങ്ങൾ ആ സ്ത്രീയിലുണ്ടായിരുന്ന ഭൂതത്തെ ശാസിച്ചതിന് ശേഷം കർത്താവിൻ്റെ ദാസന്മാരായ പൗലോസിനും ശീലാസിനും അഭിമുഖീകരിക്കേണ്ടി വന്ന വെല്ലുവിളികളെ നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. Acts chapter 16 verses 16 onwards. The first part we see about a slave girl and how she was possessed by the spirit and what Paul and Silas did during that time, and then we see the opposition they had to face because of that incident. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ചില ഭാഗങ്ങളായതുകൊണ്ട് ആ വാക്യങ്ങൾ വായിച്ച് ഞാൻ അത്രയും സമയം കൂടി ചിലവാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുക. എന്നാൽ വേഗത്തിൽ ചില വിഷയങ്ങളെ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് തന്നത് പറഞ്ഞ് ഇരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. As we are already aware about this incident, I do not want to take time to read it, but we will get into certain points here. നാം പ്രതീക്ഷിക്കുന്ന ചില പ്രശ്നങ്ങളോ നമ്മൾ ചിന്തിച്ച് നമുക്കറിയാം ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറയുന്ന ചില വിഷയങ്ങളൊക്കെ കാരണം നമ്മളെ നിരാശയിലേക്ക് നയിക്കുന്ന ചില ജീവിത അനുഭവങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. There are certain instances in our life when we have to encounter certain problems that we expect, and because of that we get into a situation where we do not know what to do next. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നാം എല്ലാവരും കടന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നവരും ആയിരിക്കും. ഇല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഇതിൻ്റെ ഭവിഷ്യത്ത് ഇതായിരിക്കും, അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള ആ ഒരു വലിയ നിരാശയിലൂടെ നാം കടന്നു പോവുകയാണ്. Maybe we've already faced these instances in our life, or maybe we are going through it right now, or maybe we are waiting for such a situation and we are going to face that in the future. അതിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രിപ്പയർ ആണ്. And we are prepared to accept that situation in our life. Because നമുക്കത് അറിയാമെന്നു ഇത് വരും, ഇത് സംഭവിക്കാൻ പോവുകയാണ്. Because we are quite certain that this will happen to us. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, but when we have to face certain adversities that is unexpected, നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ചില സാഹചര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, when we face certain situations that we have never faced before and we do not know what to do about it, അത് നമ്മെ ഇരുട്ടിലേക്ക് നിരാശയിലേക്കും കൊണ്ടുപോകുവാനായിട്ടിടയാണ്. That might lead us to darkness and that might lead us to depression. ഈ ഭാഗത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന, ഇന്നത്തെ വേദഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് രാത്രിയിലുള്ള ചില നിമിഷങ്ങൾ എന്നുള്ളതാണ്. And the title of today's sermon is going to be The Moments of Night. Praise the Lord. ഈ രാത്രിയിൽ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ സമയങ്ങളിൽ ഡാർക്ക്നെസ് അവർ എന്ന് വേണമെങ്കിൽ പറയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പെട്ടെന്നുണ്ടാകാവുന്ന അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ. So this could be named as a darkness hour, and what could happen during this hours of our time. നമുക്കറിയാം ഈ ഭാഗം എന്ന് പറയുന്നത് 16-ാം ചാപ്റ്ററിൽ പൗലോസും ശീലാസും മക്കെദോനിയയിലെ റോമൻ കോളനി ആകുന്ന ഫിലിപ്പിയിൽ എത്തിച്ചേർന്നിട്ട് അവിടെ സുവിശേഷം പ്രസംഗിക്കാനും ദൈവരാജ്യത്തിൻ്റെ സന്ദേശം കൈമാറാനും ഉള്ള അവരുടെ ലക്ഷ്യത്തിൽ അവരെത്തിച്ചേർന്നിരിക്കുകയാണ്. And now here we see that Paul and Silas, they have come to Philippi and now they are here to spread the gospel in this land. അവർ അങ്ങനെ കടന്നു വന്ന അവരുടെ ആഗ്രഹം പോലെ അവർക്ക് ദേവാലയത്തിലോ എവിടെയെങ്കിലും ചെന്ന് ആരാധിക്കാമെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചതുപോലെ പുഴവക്കത്ത് വന്നപ്പോൾ അവിടെ കുറേ സഹോദരിമാർ അവിടെ ഉണ്ട്. അതിൽ ലിഡിയ എന്ന് പറയുന്ന സഹോദരിയെയും കണ്ടുമുട്ടുവാൻ, അവരോട് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, അവരെ ഭവനത്തിലേക്ക് ഇവരെ സ്വീകരിപ്പാൻ, ആ കുടുംബം മുഴുവൻ കർത്താവിനെ അറിയുവാൻ, കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിപ്പാൻ ദൈവം അവർക്ക് അവസരം നൽകി. So usually as they do, they usually go to a synagogue and start the sermons there, but here they see that when they go to the river brook, they see a couple of women there, and because of the gospel that was spread to them, there was a woman named Lydia. She received the gospel and she accepted God, and she asked these people to come to her house. അവിടെ കൂടിയിരുന്നവർ മുഴുവൻ സഹോദരിമാരായി. And so all the people who gathered there were women.
അതുകൊണ്ട് ഇന്ന് എൻ്റെ ഉള്ളിലേക്ക് വരിക സഹോദരിമാരുടെ മീറ്റിങ്ങിന് വേണമെങ്കിൽ ഒരു ലിഡിയ ഫെലോഷിപ്പ് എന്ന് വേണമെങ്കിൽ വിടാം. So that is why in my mind I feel that maybe the ladies ministry could be named as ലിഡിയ ഫെലോഷിപ്പ്. Lydia Fellowship, കാരണം സഹോദരിമാർ തന്നെ ഉള്ളൂ. because it is only the women. എന്നാൽ അവർ ആ ഭാഗത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് വെളിച്ചപ്പാടുത്തിയായി ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ അവരെ പിന്തുടരുവാനായി തുടങ്ങി. And now as they are passing from this place and as they go to the house of the Lord, they are encountered by a certain slave woman, and she is possessed by the spirit of fortune telling, and she speaks about the future, and she brings a lot of fortune to her masters. പൗലോസിന്റെയും സഹോദരന്മാരുടെയും പിന്നാലെ വന്ന് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ഇവർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ നടക്കുക. And this girl followed these people, and she cried out that these men are the servants of the Most High God who proclaim to us the way of salvation. അവൾ ഒരു ദോഷമല്ല പറഞ്ഞത്, തെറ്റുമല്ല. She did not say anything wrong, or she did not say a false information. പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ട് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനൊക്കെ ആകപ്പാടെ ഒരു ചെറിയ പ്രയാസവും സംശയവും. But as she continued to say the same thing, there was a lot of discomfort to the people. 18ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു പോരുന്നു. And now in verses 18 we see that she did this for many days. ഒന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു. So when she said that for the first time, probably everyone was happy about it. പക്ഷേ അവൾ തെറ്റൊന്നും അല്ലല്ലോ പറഞ്ഞേ. Because she did not say anything that was wrong. പക്ഷെ പലപ്പോഴും ഇറങ്ങുമ്പോഴെല്ലാം ഇവളിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തോ സംതിങ് റോങ് ഉണ്ട്. But as she continued to chant the same thing, they felt that there was something wrong in her. അപ്പോഴാണ് ദൈവദാസന്മാർക്ക് മനസ്സിലായി അവൾ വ്യാപരിക്കുന്ന ഒരു ദുഷ്ടാത്മശക്തിയെ കുറിച്ച്. And that is when the men of God was able to realize that there was a spirit of demon that was in her. ശീലാസും പൗലോസും ആ ദൗത്യം വിളിച്ചു പറയാൻ വന്നവർ തന്നെയാണ്. And Paul and Silas, they are assigned, or they are ordained to talk about this. പക്ഷേ അവൾ പറഞ്ഞ രീതി അവരാഗ്രഹിച്ച രീതിയിലല്ല. But when she said that, that was not the way that they intended to hear. പല ദിവസങ്ങൾ അവരെ പുറകിൽ നടന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ആമേൻ ആ ദുഷ്ടാത്മശക്തിയെ ശാസിക്കുകയും അത് അവളെ വിട്ട് ഉടനെ തന്നെ പോവുകയും ചെയ്യുവാൻ. And as she continued to do the same thing, they were able to expel that spirit of divination in her, and she was able to be a free woman. അതുകൊണ്ടും പ്രശ്നം തീരുന്നില്ല. And even after that, the problem is not solved. ദുഷ്ടാത്മാവ് അവളെ വിട്ടു പോയിട്ടും അവളുടെ യജമാനന്മാർക്ക് അവൾക്ക് നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാന മാർഗം നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്ന് അടുത്ത ഒരു കഥ സ്റ്റോറി ആരംഭിക്കുകയാണ്. And because of the spirit of divination and that had gotten away from her, her masters who received a lot of profit through her were not able to receive that. And because of that, we see there is another story of trouble that Paul and Silas have to get into. 19 മുതലുള്ള വാക്യങ്ങളിൽ അതിന്റെ മുഖാന്തരമായി ഉണ്ടായ ജീവിതത്തിൽ നേരിട്ട ആരോപണങ്ങൾ, പ്രയാസങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ കാണുവാനായി കഴിയും. And from verses 19 onwards, we see the accusations that they have to face because of this incident. ശീലാസും പൗലോസും അധികാരികളുടെ മുമ്പാകെ വലിച്ചിഴക്കപ്പെട്ട് മർദ്ദിക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട് അവർ സുവിശേഷം പ്രസംഗിക്കാനാണ് വന്നത്. ജയിലിൽ അടയ്ക്കപ്പെടുക എന്ന് പറയുന്നത് അവരുടെ പ്രതീക്ഷകളെ മുഴുവൻ തെറ്റിക്കുന്നതായിരുന്നു. അവരുടെ പ്രതീക്ഷ അത് അവരാഗ്രഹിച്ചതല്ലായിരുന്നു. After this incident happened, Paul and Silas, they were seized and they were dragged into the marketplace to the authorities, and they were going to be imprisoned. And this was not something that they expected, because they came here to spread the gospel. ഞാൻ ആ ഭാഗം വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഈ പ്രതികൂല സാഹചര്യത്തിൽ അവർ ബന്ധിക്കപ്പെട്ടവരായി ഈ ജയിലിൽ കിടക്കുമ്പോൾ വചനം പറയുന്നു, ഇരുണ്ട ജയിലിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാനും സ്തോത്ര ഗാനങ്ങൾ പാടി ദൈവസന്നിധിയിൽ ശക്തിപ്പെടുവാനും തുടങ്ങി. But we see that even though Paul and Silas, they were chained in the prison, we see that even in the prison they were able to pray and sing hymns to the Lord and praise the Lord. ജീവിതത്തിന്റെ അർദ്ധരാത്രി എന്ന്
പറയുന്നത്, ആമേൻ, നിലവിളിച്ച് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് വഴി ഇനി ആര് തുറക്കുമെന്ന് വിചാരിച്ച് തളം കെട്ടി വല്ലാത്ത അവസ്ഥയിൽ കിടക്കേണ്ട സാഹചര്യത്തിൽ ഭക്തന്മാരുടെ ഹൃദയത്തിനകത്ത് ഒരു ചലനമുണ്ടാവുകയാണ്. ഇതിനകം നമ്മൾ ആരാധനാലയമാക്കി മാറ്റുവാനിടയായി തീരണം. And when they are in the darkest hour of the night, and when they are in the prison, we see that there is a spirit that is moving in them and that is enabling them to praise the Lord and give glory to the Lord for this ഒരു situation. ദൂത് ഞാൻ വിളിച്ചു പറയാം. അവർക്കുണ്ടായ ബന്ധനം, അവർക്കുണ്ടായ കെട്ട്, അവർക്കുണ്ടായ ചങ്ങല, ആമേൻ, അതുകൊണ്ട് അവരുടെ ആരാധന നിർത്താൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ശബ്ദങ്ങൾ ആമേൻ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം, നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം, കയ്യോ കാലോ കെട്ടിയാലും ആമേൻ നാക്ക് മുറിച്ചു കളഞ്ഞാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കത്തുന്ന ഒരു ദൈവാത്മ ശക്തിയുണ്ട്. അതിനെ തളർത്തി കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. രാത്രിയാണെങ്കിലും ഉണർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി അതൊരു ആരാധനാലയമാക്കി മാറ്റാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Hallelujah. ഇതിൽ പരഭാഗ്യം നമുക്ക് എന്താ ഉള്ളേ? What more of a privilege we need than this? ബന്ധനം നമ്മുടെ ആരാധനയ്ക്കെതിരല്ല. And the bonding that we have, that will not stand against our worship. ഇരുണ്ട സാഹചര്യങ്ങൾ കിടക്കുന്നത് അന്ധകാരത്തിൽ കിടത്തിയാലും ആരാധനയ്ക്ക് അതൊരു തടസ്സമല്ല. Even the darkness that we are in, that will not be against our worship. അർദ്ധരാത്രി ആരാധനയ്ക്ക് ഒരു തടസ്സമല്ല. Even the darkest time of the night is also not going to stand against our worship. പടയാളികൾ, കാവൽക്കാർ എന്റെ ആരാധനയ്ക്ക് ഒരു തടസ്സമല്ല. The guards and the authorities cannot stand against our worship. എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അവൻ ചെയിനിട്ടിരിക്കുന്ന കാലാമത്തിലാക്കിയിരിക്കുന്ന ആ അനുഭവം എന്റെ ആരാധനയ്ക്ക് തടസ്സമല്ല. The stocks and the chain will not stand against our worship. എന്നെ അടച്ചു പൂട്ടിയിരിക്കുന്ന വലിയ വാതിലുകൾ എന്റെ ആരാധനയ്ക്ക് തടസ്സമല്ല. The closed doors in front of you will not stand against your worship. പ്രയാസകരമായ സാഹചര്യങ്ങൾ എനിക്ക് ദൈവവുമായുള്ള ബന്ധത്തിലുള്ള ആരാധനയ്ക്ക് ഇതൊരു തടസ്സമല്ല. And even the time of trouble will not be against the time of worship for us. Praise the Lord. Amen. നീ ആരാധിച്ചില്ലെങ്കിൽ നീ നിരാശയുടെ നീർക്കുഴിയിലേക്ക് പോകും. If you do not worship, you will get into a time of depression. നീ ആരാധിച്ചില്ലെങ്കിൽ നിന്റെ പ്രശ്നം വലുതായിക്കൊണ്ടിരിക്കും. If you don't worship, your problems are going to increase. നീ ആരാധിച്ചില്ലെങ്കിൽ നിന്റെ ചങ്ങല എന്നേക്കും നിനക്ക് ഒരു ഭാരമായി തോന്നും. If you do not worship, your chain is going to be a burden for you forever. നീ ആരാധിച്ചില്ലെങ്കിൽ നീ ആയിരിക്കുന്ന ഇരുട്ടിന്റെ അവസ്ഥ കൂടി കൂടി വരുന്നതായി നമുക്ക് തോന്നും. If you do not worship, you will feel that the time of darkness in your life is increasing. യേശുവിൻ നാമത്തിൽ, In the name of the Lord Jesus. യേശുവിൻ നാമത്തിൽ, In the name of the Lord Jesus. ജയിക്കാൻ കഴിയുന്ന ഒരേ മാർഗമേ ഉള്ളൂ. സഹോദര സഹോദരി, ആരാധന. അതിനകത്ത് ഏത് രാത്രിയിലും ദൈവത്തെ ഉയർത്തുവാനിടയായി. And there is only one way we can win over this situation, and that is worship, and that is the only answer we have. അർദ്ധരാത്രി എന്നുള്ളത് നമ്മെ നിരാശപ്പെടുത്തിയേക്കും. Maybe this time of darkness will be a time that will bring us to depression. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, എങ്ങനെങ്കിലും ഒന്ന് രാത്രി കഴിച്ചു കൂട്ടിയിട്ട് രാവിലെ ഒന്ന് ആയാ മതിയായിരുന്നു. Many a times we might have said that it is good that the night is over and there is a day for me. കഴിഞ്ഞ ചില ആഴ്ചകളായി എൻ്റെ ശാരീരിക അവസ്ഥകൾ ഇതുപോലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാ. ദൈവാത്മാവ് എന്നോട് ഹൃദയത്തിൽ ഇങ്ങനൊരു ആലോചന തന്നോ, നിന്നെ നിരാശപ്പെടുത്താൻ ചില അർദ്ധരാത്രികൾ നിന്റെ മുമ്പിൽ വാതുമുഴക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ആരാധിപ്പാൻ ദൈവാത്മാവ് എന്നെ ചാലഞ്ച് ചെയ്തത് കൊണ്ട് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും പ്രതീക്ഷിക്കാത്ത പലത് ജീവിതത്തിൽ സംഭവിക്കുമ്പോഴോ അനുഭവിക്കാത്തത് പലതിലൂടെ കടന്നു പോകുമ്പോഴോ എനിക്ക് സംഭവിക്കില്ലെന്ന് വിചാരിക്കുന്നതിനകത്തൂടെ നീ കടന്നു പോകുമ്പോഴോ ഒരു കാര്യം വിളിച്ചു പറയാ, നിന്റെ അർദ്ധരാത്രി ആമേൻ നിരാശപ്പെടുത്താനല്ല, ആരാധിക്കാനുള്ള രാത്രിയായി മാറട്ടെ. The Holy Spirit is challenging us that the time of darkness that we have is the time for us to worship and glorify the Lord. പരിഹാരം അസാധ്യമെന്ന് നീ തോന്നും. You might think that there is no solution. നീ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും മുമ്പോട്ട് നോക്കിയാലും പുറകിലോട്ട് നോക്കിയാലും മേലോട്ട് നോക്കിയാലും താഴോട്ട് നോക്കിയാലും പരിഹാരമില്ല. When you look into different directions, you still don't see answer in any of the directions. ഇസ്രായേൽ മക്കളുടെ ജീവിതം അതല്ലേ പറയുന്നത്. That is what the life of Israelites teaches. പക്ഷേ
ദൈവത്തിന് വഴി തുറക്കാൻ കഴിയും. But even at that time, the Lord can show us the way. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ലായിരിക്കും. We might not know what is the next step we have to take. വഴിയില്ലെന്ന് തോന്നുന്ന അവസ്ഥയിൽ പോലും, Even when you feel that there is no way in front of us, വഴിയില്ലാത്തടുത്ത് വഴി ഉണ്ടാക്കാൻ കഴിയുന്നത് നമ്മുടെ ആരാധനയ്ക്ക് കഴിയും. the Lord can make a way where there is no way, and that will happen through our worship. നമ്മുടെ ആരാധനയ്ക്ക് വഴി തുറക്കുവാൻ കഴിയും. Our worship can open ways for us. ഹല്ലേലൂയ. Amen. Hallelujah. Glory to God. Amen. നിന്റെ വഴി കർത്താവിനെ സമർപ്പിക്കാം. You have to surrender your way to the Lord. പൗലോസും ശീലാസും ഫിലിപ്പിയിൽ വന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. Paul and Silas, they came to Philippi, and the main intention that they had is to spread the gospel of God. എന്നാൽ അവർ കരുതിയിരുന്നത് പോലെ അവർക്ക് അവിടെ മിനിസ്ട്രി ചെയ്യുവാനായി കഴിയുന്നില്ല. But they are not able to do the ministry in the way they desire to do it. ആമേൻ. ആവേശത്തോടെ ദൈവവചനം പ്രസംഗിക്കണമെന്ന് വിചാരിച്ചാ വന്നേ. They wanted to minister from the word of God with great zeal. പക്ഷേ ആവേശമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനു മുമ്പിൽ ആമേൻ ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരികയാണ്. Even though they had that great eagerness, we see that they have to face different adversities in ഇങ്ങനത്തെ front of ഒരു them. ബുദ്ധിമുട്ടുകൾ അവരുടെ ഈ വലിയ മിഷനിൽ ദൗത്യത്തിൽ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുമെന്ന് അവർ ഒട്ടും കരുതിയതുമില്ല. Maybe they might have expected things like this to happen, but they did not expect this to happen at this point of time. പ്രതികൂലമുണ്ടെന്ന് അറിയാം. They know that there will be troubles. പ്രശ്നങ്ങൾ വരുമെന്നറിയാം. They know that troubles will come പക്ഷേ to them. ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നവർ വിചാരിച്ചില്ല. They did not expect that to happen in this sudden manner. ഞാൻ പറഞ്ഞല്ലോ, ചില വെല്ലുവിളികൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. Sometimes we know that there are certain adversities that we have to expect. എന്നാൽ ചില പരീക്ഷണങ്ങൾ, ചില വെല്ലുവിളികൾ അപ്രത്യക്ഷമായി കയറി വരുന്നതാണ്. But sometimes certain challenges and adversities come when we do not expect it. ഇന്ന് പകൽ ദൈവസഭയിലിരിക്കുന്ന ദൈവദാസീദാസന്മാരോട് പറയട്ടെ, പരാജയത്തിന് കീഴടങ്ങാനുള്ളവരല്ല നമ്മൾ. Let me remind you, children of God, that we should not surrender ourselves to failure. ചില പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ കടന്നു വരും. പക്ഷേ അത് നമ്മെ പരാജയപ്പെടുത്താൻ നമ്മൾ അനുവദിക്കത്തില്ല. നമ്മൾ പരാജയപ്പെടാൻ ഇറങ്ങി വന്നവരല്ല, അതിന് കീഴടങ്ങാൻ വന്നവരല്ല. And even when there are certain situations we think that we do not expect it to happen, that is not the time that we have to surrender, but we have to give our life to the Lord. ഈ പ്രതികൂലം കൊണ്ടുവന്നവനും അറിയത്തില്ല നമ്മുടെ വഴി എങ്ങനെയാ തുറക്കപ്പെടുന്നത്. പ്രതികൂലത്തിലൂടെ പോകുന്ന നമുക്കും അറിയത്തില്ല നമ്മുടെ വഴി എങ്ങനെയാ തുറക്കപ്പെടുന്നത്. And we do not know when we are facing the situation how the next way is going to open in front of us. അപ്പോൾ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. But then there is only one solution for us. പരാജയത്തിന് കീഴടങ്ങുന്നതിന് പകരം, Rather than surrendering ourselves to നമ്മൾ failure, പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുമ്പോൾ, when we get situations that is not expected, ഒരൊറ്റ മാർഗ്ഗം, there is only one way. ഒരൊറ്റ മാർഗ്ഗം, There is only one way. ആരാധിച്ച് വഴി തുറക്കുക. You have to worship the Lord and see the way in front of ആരാധിച്ച് you. വഴി തുറക്കുക. You have to worship the Lord and see the way in front of ആരാധിച്ച് വഴി you. തുറക്കുക. You have to worship the Lord and see the way in front of ആരാധിച്ച് വഴി you. തുറക്കാൻ. You have to worship the Lord and see the way. Praise the Lord. Amen. റഖാമശാംതുനിയ. പരാജയത്തിന് കീഴടങ്ങി പോയാൽ If we surrender ourselves to failure, പിന്നെ കയറി വരാൻ പ്രയാസ. then it is hard for us to come back. ആരാധിച്ചൊന്ന് ബലമേറ്റെടുത്ത് നോക്കിയേ. But if we are able to get the strength to worship, പരാജയത്തെ മാറ്റി കർത്താവ് ജയം നൽകുവാൻ സർവശക്തനായ ദൈവമായി മാറും. the Lord will be able to remove our failures and give us victory in our life. Hallelujah. Amen. ഒരു ദൈവപ്രവൃത്തി നമുക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. And I praise the Lord for the children of God who believe that there will be a work of Lord in our life. അപ്പോസ്തലനായ പൗലോസും ശീലാസും നന്നായി മർദ്ദിക്കപ്പെട്ടു. And we see that Paul and Silas, both of them were beaten up. അവർ ജയിലിൽ കിടക്കുക. And now they are imprisoned. ജയിലിന്റെ അകത്ത് പ്രതികൂലമുണ്ട്. And now inside the prison there are troubles they have ഇരുണ്ട to face. സാഹചര്യമാണ്. It is the time of darkness. ഈർപ്പമുള്ളതുപോലെ തോന്നാറുണ്ട്. They might feel that it is very humid. ആമേൻ. തണുപ്പുള്ളതുപോലെ തോന്നുന്നുണ്ട്. They might feel it is very cold inside. കണ്ണു തുറന്ന് നോക്കിയാൽ അടയപ്പെട്ട അനുഭവങ്ങളുണ്ട്. When they open their eyes, they see only closed doors. പക്ഷേ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, But today let me remind നീ you, ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, when you worship the നീ Lord, ആരാധന ശക്തിപ്പെടാൻ
ബലപ്പെടാൻ തുടങ്ങുമ്പോൾ, when you are strengthened by His Spirit, നീ ആരാധനയെ ബലപ്പെടാൻ തുടങ്ങുമ്പോൾ, when you are strengthened by your നിന്റെ worship, മർദ്ദനം നീ അറിയത്തില്ല. you will not remember the beatings you നിന്റെ receive. ഇരുണ്ട കാര്യം നീ കാണത്തില്ല. You will not see the darkness in your life. ഈർപ്പമുള്ളത് നീ അനുഭവിക്കത്തില്ല. You will not feel the humid in your life. തണുപ്പ് നീ അനുഭവിക്കത്തില്ല. You will not feel the cold in your life. അടയ്ക്കപ്പെട്ട ഡോർ നീ കാണത്തില്ല. You will not see the closed door നീ in your കാണുന്ന life. ദൈവത്തിന്റെ വഴിയാ. You will see the way of the Lord in your life. ദൈവത്തിന്റെ വഴിയാ. You will see the way of the Lord. ദൈവത്തിന്റെ വഴിയാ. You will see the way of the Lord. ഹല്ലേലൂയ. Amen. Glory to God. Amen. വിലാപങ്ങൾ ഇങ്ങനെ പറയുന്നു, മൂന്നാമധ്യായം ലമെന്റേഷൻ, മൂന്നാമധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. And Lamentations chapter 3 says that we are not consumed because of His grace. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. Because His grace never ends. ഇത് ഞാൻ ഓർക്കും. And this is what I will remember. അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. And because of that I will have faith. വിലാപങ്ങൾ ഇങ്ങനെ പറയുന്നു, Lamentations says, അത് രാവിലെ തോറും പുതിയതാ. and it is new every morning. നിന്റെ വിശ്വസ്തത വലിയതാ. Great is your faithfulness. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. And my soul says that my Lord is my portion. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശിക്കുന്നു. And because of that I put my trust in തന്നെ Him. കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. And to all those who wait upon the Lord is the good God. ഹല്ലേലൂയ. Amen. നീ ആരാധിക്കുമ്പോൾ നീ ദൈവത്തെ നോക്കിയിരിക്കല്ലേ? When you worship the Lord, you are looking unto your Lord. നീ ആരാധിക്കുമ്പോൾ നിന്റെ പ്രതികൂലത്തിൽ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ, വഴി തുറക്കുന്ന ദൈവത്തെ നീ കാത്തിരിക്കല്ലേ? And now when you worship the Lord, you're waiting for the Lord who can come in the midst of your troubles. Hallelujah. Amen. കുടുംബത്തെ ഓർത്ത്, എക്സ്റ്റൻഡഡ് ഫാമിലി ഓർത്ത്, ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഓർത്ത്, ജോലി ഓർത്ത്, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ഓർത്ത്, ഇമിഗ്രേഷൻ വിഷയങ്ങളെ ഓർത്ത്, ഇങ്ങനൊക്കെ ഒത്തിരി ഭാരത്തോടെ ആയിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽ വഴി തുറക്കാൻ ഒരൊറ്റ മാർഗം, നീ ശക്തമായി ആരാധിച്ചാൽ മതി. And you might be in different troubles in your life, but there is one way to find the solution for it, and that is to worship the Lord. അവനാണ് നമ്മുടെ പ്രത്യാശ. Because He is our grace. ഇതൊരു ശൂന്യമായിട്ടുള്ളൊരു പ്രത്യാശയല്ല. And this hope is not a very void one. ഇത് ഉറപ്പുള്ള ഒരു പ്രത്യാശ. And this hope is an eternal ഇത് hope. ഉറപ്പുള്ള ഒരു പ്രത്യാശ. And this hope is an eternal hope. Praise the Lord. Amen. ഹല്ലേലൂയ. Amen. റോമാലേഖനം 5:2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. And that is why the book of Romans say that God has given us the grace to come to the faith and to be in the feet of the Lord. അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയാമോ? വേഴ്സ് 4 പറയുന്നു, കഷ്ടങ്ങളിലും നാം പ്രശംസിക്കുന്നു. And because of that we also take gladness even in our adversities. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. And our hope does not die. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ അത് പകർന്നിരിക്കുന്നുവല്ലോ. And the love of the Lord is given to us, and because of that we have the faith in the Lord. ആത്മാവൊന്ന് നമ്മെ ഇളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യാശ അങ്ങ് വർദ്ധിക്കാൻ തുടങ്ങുന്ന ഇതിലെ. And when the Spirit begins to stir us, we will see that the hope that we have will നീ increase. ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ പ്രത്യാശ നഷ്ടപ്പെടുകയല്ല, നിന്റെ പ്രത്യാശ വർദ്ധിക്കാൻ തുടങ്ങുക. And when you begin to worship the Lord, you will be able to be increased in your faith. അതിനകത്ത് ചർച്ചിലുള്ള ദൈവമക്കൾ കൂടെ വേണമെന്ന് നിർബന്ധമില്ല. നീ ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നീ എഴുന്നേറ്റ് നിന്ന് അല്ല മുട്ടുമേൽ നിന്ന് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. നീ പ്രത്യാശ വർദ്ധിക്കുന്ന വ്യക്തിയായി മാറുകയാണ്. And when you are able to worship the Lord, even if you are alone, you will see that your hope will increase. ഈ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, And the peculiarity of this is, കർത്താവിൽ പ്രത്യാശിക്കുന്ന ഒരു ദൈവവൈതലിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, and to the person who gives hope in the Lord, the peculiarity of that person നമുക്ക് is, മുമ്പിലുള്ള ഈ സാഹചര്യങ്ങളെ നമ്മൾ എല്ലാവരും കാണുന്ന പോലെ അല്ല കാണുന്ന, ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത്. the problems in front of us, we do not see it in the way others see it, we see it in a different way. എപ്പോൾ നമ്മൾ എല്ലാവരും കാണുന്ന പോലെ നമ്മുടെ പ്രതികൂലത്തെ കാണാൻ ശ്രമിച്ചാൽ, If we look into our troubles just like all ordinary people look into it, നമ്മുടെ പ്രത്യാശയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, അത് ഡൗൺ ആകത്തേ ഉള്ളൂ. there is no difference in our hope, and
then it will come down. പക്ഷേ ഇന്ന് പകൽ നീ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കുമെന്നും എൻ്റെ ദൈവമാണെന്നും എനിക്ക് കരുതുന്ന ദൈവമാണെന്നും ഞാൻ നിൽക്കുന്ന കൃപയിലേക്ക് എന്നെ കൊണ്ടുവന്ന ദൈവമാണെന്നും അത് വിശ്വാസത്താൽ ഞാൻ പ്രാപിച്ചതാണെന്നും എൻ്റെ ദൈവത്തിൻ്റെ തേജസ് എൻ്റെ ഉണ്ടെന്നും അവൻ എൻ്റെ കഷ്ടതയിൽ അവൻ ഇറങ്ങി വരുമെന്നും നാം കഷ്ടതയിൽ ഞാൻ പ്രശംസിക്കുമെന്നും അവൻ ദൈവത്തിൻ്റെ സ്നേഹം ആത്മാവിനാൽ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുകയാണെന്നും വിശ്വസിക്കുന്ന ഒരു ദൈവപൈതൽ ഈ പ്രതിസന്ധിയെ വ്യത്യസ്തമായി നേരിടാനിടയായി. But if you have hope in the Lord, you will be able to face this difficulty in a different way. മനുഷ്യൽ പ്രത്യാശ വെച്ചാൽ If you put your confidence in man, നമ്മൾ കാണുന്നതിൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. you will only believe in the things that you see with your ഒരു eyes. മാനുഷികമായ വിശ്വാസമാണെങ്കിൽ And if it is just a mortal faith that we എന്നെ have, മുമ്പിൽ നിൽക്കുന്ന ഈ ഗേറ്റ് അത് അടഞ്ഞു തന്നെ കിടക്കും. you will see the gate that is in front of you and that will remain closed. ചങ്ങല അങ്ങനെ തന്നെ കിടക്കും. The chains will remain bonded ഇരുട്ട് അങ്ങനെ തന്നെ ഇരിക്കും. and the darkness will remain the same. Praise the Lord. Amen. പക്ഷേ ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവവേദലേ മനുഷ്യന്റെ പ്രത്യാശയല്ല, ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ കാണാൻ കഴിയാത്ത മണ്ഡലത്തിൽ നമ്മൾ കയറി വിശ്വസിക്കുകയാണ്. And if we put our confidence in God, we will be able to see our problems in a different realm. നമ്മൾ കാണാൻ കഴിയാത്ത മറ്റൊരു ഉന്നതമായ മണ്ഡലത്തിലേക്ക് കയറുകയാണ്. And we will be able to go into a realm that is higher. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിന്നെ മറ്റൊരു മണ്ഡലത്തിൽ കൊണ്ടെത്തിക്കുകയാണ്. And the prayers that you pray will take you to a different നീ realm. ആരാധിക്കുന്ന ആരാധന നിന്നെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ മണ്ഡലത്തിൽ കൊണ്ടെത്തിക്കുകയാണ്. And the worship that you give the Lord, that will take you to a different realm. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവവേദലേ The children of God who are present here today, പ്രത്യാശ കുറയാനല്ല ദൈവവേദനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. the Lord does not want our hope to decrease. മറ്റൊരു വഴി തിരഞ്ഞെടുക്കാനല്ല ദൈവം The ആഗ്രഹിക്കുന്നത്. Lord does not want us to look for an alternative way. ചങ്ങലേന്ന് രക്ഷപ്പെടാൻ ഏതെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കാനല്ല ദൈവം നമ്മെ കുറിച്ച് The ആഗ്രഹിക്കുന്നത്. Lord does not want us to look for an escape route from ഈ this chain. ജയിലിന്റെ വാതിൽ ആർക്കെങ്കിലും കുറച്ച് പൈസ കൊടുത്ത് തുറക്കാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കാനല്ല ഒരു ദൈവപൈതലിനെ കുറിച്ച് ദൈവം And the ആഗ്രഹിക്കുന്നത്. Lord does not want us to think about a way that this door will open in front of us. അതിനെ കുലുക്കാൻ കഴിയുള്ള ദൈവശക്തിയുടെ വ്യാപാരത്തിനായി ഇന്ന് പകൽ നാം പ്രത്യാശിക്കണം. And we have to hope in the strength of the Lord that can break these chains. നിന്റെ പ്രതികൂലത്തെ കുലക്കാൻ കഴിവുള്ള ദൈവശക്തി ഇറങ്ങാൻ നീ പ്രത്യാശിക്കണം. And you have to hope that the Lord will come and break these chains and troubles in front of ഈ you. ഇരുട്ടിന്റെ നടുവിൽ വെളിച്ചമായി ഇറങ്ങി വരുന്ന ദൈവശക്തിയെ കുറിച്ച് നീ And in പ്രത്യാശിക്കണം. the midst of the darkness, you have to pray for the strength and the light of the Lord to come. ഹല്ലേലൂയ. Amen. ഇരുട്ട് നമ്മെ ഭയപ്പെടുത്തും. Maybe darkness will make us feel afraid. ആരാധിക്കുമ്പോൾ ഇരുട്ട് നമുക്ക് സമാധാനം തരും. And when you worship the Lord, you will be peace when you see darkness. Hallelujah. Amen. ഓ ദൈവകൃപയുടെ വ്യാപാരത്തിനായി സ്തോത്രം. And I thank the Lord for the Spirit of the Lord with അതുകൊണ്ട് us. കർത്താവിൽ പ്രത്യാശ വെക്കാൻ തയ്യാറാകണം ദൈവമേ. So we have to put our hope in the Lord, child of God. ഹല്ലേലൂയ. Amen. ആ റലത്തിലേക്ക് നമ്മളൊന്ന് കയറിയേ പറ്റത്തു. And we have to come to that realm. ആരാധിക്കണം. We have to worship. ശക്തിയോടെ ആരാധിക്കണം. We have to worship with strength. ശക്തിയോടെ ആരാധിക്കണം. We have to worship with strength. രണ്ട്, കർത്താവിൽ അവര് സന്തോഷിച്ചു. Next is that they put they were happy. They were glad in the Lord. അങ്ങനെയല്ലേ വചനം എഴുതിയിരിക്കുന്നത്. അങ്ങനെയാ വചനം എഴുതിയിരിക്കുന്നത്. അവരെന്താ ചെയ്ത്? അവർ പാടി ദൈവത്തെ സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നല്ലേ. അവർ ദൈവത്തെ മഹത്വപ്പെടുത്താനായി തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ ഭയമല്ല, സന്തോഷം വ്യാപരിക്കാൻ തുടങ്ങി. And when they began to rejoice in the Lord, there were no more fear, rather they were happy. അവരുടെ ആത്മാവ് ശക്തിപ്പെടാൻ തുടങ്ങി. And the spirit was strengthened. ദൈവമക്കളെ, നമ്മുടെ പ്രയാസ സമയത്ത് നമ്മുടെ ആത്മാവിനെ ഒന്ന് ശക്തിപ്പെടുത്തണം. When we are in a time of trouble, we have to strengthen our spirit. Praise the Lord. Amen. നമ്മുടെ ശരീരത്തിൽ വീക്ക് ആകുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാറുണ്ടല്ലേ. When we are weak in our body, we will eat well. നമ്മൾ ഒത്തിരി ടയേർഡ് ആകുമ്പോൾ നമ്മൾ അതിനുള്ള മെഡിസിൻ എടുക്കാറുണ്ട്. When we are tired, we might take medications. പക്ഷേ ചില സാഹചര്യങ്ങളിൽ, പ്രയാസ സമയങ്ങളിൽ ആത്മാവിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്? But in our times of sorrow and in our times of need, what is the treatment that we give our soul? ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെ ആത്മാവിനെ നമ്മൾ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ ബാക്കി എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാലും നമ്മൾ തളർന്ന് വീഴും.
Let me remind you that if we are not able to strengthen our spirit, even if everything else around us looks good, we will fall down. ചില ആഴ്ചകൾക്ക് മുമ്പ് ജിം ബ്രദർ ഓർപ്പിച്ചതുപോലെ എല്ലാം പ്രതികൂലമായി, എവിടെയും എല്ലാം പ്രതികൂലമാണ്. പക്ഷേ കണ്ണുനീരൊഴുക്കി ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കുക. And as we were reminded by Jim brother, even when there is a lot of troubles in front of us and around us, if we are able to pray to the Lord, we will be able to see a difference. ആത്മാവിന് ശക്തി കൊടുക്കണം. We have to give the power to our spirit. ആത്മാവിന് ശക്തി ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. Because our spirit needs the strength. പ്രയാസ സമയങ്ങളിൽ നമ്മെ ശക്തീകരിക്കേണ്ടത് ആത്മാവ്. അതുകൊണ്ട് ആത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. And the spirit gives us strength when we are in the time of trouble, so we have to strengthen our spirit. ഇടയ്ക്കിടയ്ക്ക് വന്ന് ശക്തിപ്പെടുത്തിയിട്ട് കാര്യമില്ല. It should not just happen on different occasions. നമുക്ക് ഒരുമിച്ച് കൂടി വരുമ്പോൾ ഈ ശക്തി നിറച്ചു വേണം മടങ്ങി പോകാൻ. And when we are gathered together, we have to get the spirit and be filled with the spirit before we leave. Hallelujah. Amen. സങ്കീർത്തനം 63 എന്താ വിളിച്ചു പറയുന്നത് അറിയാമോ? സങ്കീർത്തനം 63 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: എന്റെ പ്രാണന് മജ്ജയും മേധസ്സും എന്ന പോലെ തൃപ്തി വരുന്നു. And we see in Psalms chapter 63 that we receive the strength, and our soul and our body also receives the strength. എൻ്റെ വായ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. And I will give praise, and my mouth will give praise to you. നീ എനിക്ക് സഹായമായി തീർന്നല്ലോ. Because you have become my help. നിന്റെ ചിറകിൽ നിഴലിൽ ഞാൻ സന്തോഷിക്കുന്നു. And in your wings I will rejoice. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. My soul follows close behind you, and your right hand upholds me. രാത്രിയിൽ നമുക്കൊരു പാട്ട് കണ്ടെത്തണം. We have to find a song even in the time of night. ഞാൻ പറയുന്നത് രാത്രിയിൽ പാട്ട് കത്തേണ്ടത് കാര്യമല്ല. പ്രതികൂലത്തിന്റെ സാഹചര്യമാകുന്ന ഇരുണ്ട അവസ്ഥയുടെ നടുവിലും നമുക്കൊരു പാട്ട് കണ്ടെത്തിയേ പറ്റൂ. And what I mean is that even in the dark times when we are in trouble, we have to find a song. പൗലോസും ശീലാസും ഒത്തിരി മർദ്ദിക്കപ്പെട്ടിട്ടും ടയേർഡായിട്ടും വിതൗട്ട് ഹോപ്പ് എന്ന് പറഞ്ഞ് അവിടെ കിടന്നിരുന്നെങ്കിൽ ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ നിശബ്ദതയ്ക്ക് പകരം അവർ സ്തുതിഗീതങ്ങൾ പാടാൻ തുടങ്ങി. And when Paul and Silas, they were imprisoned, even though they were in the time of darkness, they were able to find song and pray and sing hymns to the Lord, and they were able to see the hand of the Lord. ചില നാളുകൾ കഴിയുമ്പോൾ ഫിലിപ്പിയ സഭയ്ക്ക് താൻ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. And when later on when he writes a letter to Philippians, he encourages them in this manner. 4-ാം അധ്യായം ഫിലിപ്പിയ ലേഖനത്തിൽ താൻ ഇങ്ങനെ എഴുതി: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. And that is why in Philippians chapter 4 he says that rejoice in the Lord always. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. Rejoice again, and I say rejoice. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. Let everyone know your forbearance. കാരണം കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. Because it is the time for the Lord to come back. 6-ാം വാക്യം താൻ ഇങ്ങനെ പറഞ്ഞു: And verse 6 says, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. Do not be anxious about anything. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. But in everything, in prayer and supplication with thanksgiving, give your request may be made known to the Lord. സ്തോത്രം പാടി നമ്മുടെ ആവശ്യം ദൈവത്തോട് അറിയിക്കാം. We have to sing praise to the Lord and give our offering. രാത്രിയിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. And in the time of their darkness, in pitch dark, they worship the Lord. അവർ അർദ്ധരാത്രിയിൽ പാടാൻ തുടങ്ങി. And in that time of darkness, they began to sing to the അവർ Lord. അർദ്ധരാത്രിയിൽ സ്തുതിക്കാൻ തുടങ്ങി. And they began to praise the Lord. അതുകൊണ്ട് ദൈവമെല്ലാം നന്മയ്ക്കായി ചെയ്യാൻ തുടങ്ങി. And because of that, everything changed for good for them. ആ വിശ്വാസത്തോടെ അവർ ഇരിപ്പാൻ തുടങ്ങി. And with that faith, they continued to remain there. അവർക്ക് മനസ്സിലായി ഇതിനെക്കുറിച്ച് വിചാരപ്പെട്ടിട്ട് കാര്യമില്ല, പാടി ആരാധിച്ചേ പറ്റത്തുള്ളൂ. And because they understood that they do not have to be worried about it, rather they have to worship the Lord at this time. Sister and brother, നിന്റെ സർക്കംസ്റ്റാൻസസ് നോക്കിയാൽ, നിന്റെ സറൗണ്ടിങ്സ് നോക്കിയാൽ നിനക്ക് പാടാൻ പറ്റത്തില്ല. if you look into your circumstances, you cannot sing. പക്ഷെ ദൈവത്തെ നോക്കിക്കേ. But you look into the Lord. അവനെ ആരാധിക്കാൻ തയ്യാറായ Are you ready to worship the Lord? ദൈവം നിങ്ങളെ ബലപ്പെടുത്തുവാനിടയാകും. Then the Lord will strengthen you. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. I have one more thing before I conclude. ദൈവത്തിന് നിങ്ങളുടെ സാഹചര്യങ്ങളെ അറിയാം. The Lord knows your circumstances.
പ്രയാസങ്ങളിൽ ദൈവം നിങ്ങളുടെ സാഹചര്യം ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കേണ്ടത് വലിയൊരു ചിന്ത നമുക്ക് വേണം. In your times of sorrows, you have to understand that the Lord can work in this situation. ജോസഫിന്റെ ജീവിതം അതിനൊരു നല്ല ഉദാഹരണമാണ്. Joseph is the best example for it. സഹോദരന്മാർ അവനെ വഞ്ചിച്ചു. And we see that his brothers betrayed them. They betrayed him. അടിമയായി വിറ്റു. And then he was sold as a slave. ജയിലിൽ അടച്ചു. And he was imprisoned. ഇല്ലാത്ത ഒത്തിരി പഴികൾ അവനെ കുറിച്ച് കേട്ടു. And he had to hear many false allegations. അതുകൊണ്ട് അവനെ തളർത്താൻ കഴിഞ്ഞു. And was that able to break him? ദൈവം അവനെ അവന്റെ സാഹചര്യത്തെ ഉപയോഗിച്ച് ഈജിപ്തിലെ ഒരു ഭരണാധികാരിയാക്കി മാറ്റി. The Lord used his circumstances and made him a leader of Egypt. ഇന്ന് പകൽ പൗലോസും ശീലാസും ഈ ജയിലിൽ കിടക്കുന്നത് വെറുതെ അല്ല കേട്ടോ. Now you should remember that Paul and Silas is in this jail and they are not there for no reason. സാഹചര്യങ്ങളെ അറിയാം. Because the Lord knows their circumstances. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. And the Lord has a plan. അതുകൊണ്ട് എന്താ പ്രധാനം? So what is important? നിങ്ങളുടെ സാഹചര്യങ്ങളെ അറിയാവുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ പാടുന്ന പാട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. And when you are in the midst of the Lord who knows your circumstances, the song that you sing is important. ജയിലിൽ കിടന്ന അവസാനത്തെ പാട്ട് പാടാനല്ല അവർ കിടന്നേ. They did not be there in the jail to sing their last song of life. നമ്മളാണെ പാടിയാണ് ഇതുകൊണ്ട് തീർന്നില്ല, ഇനി അവസാനത്തെ ഒരു പാട്ടൂടെ പാടി നമുക്ക് നിർത്താം. If it was us, we would have said that let me sing my last song before I die. അവരവിടെ കിടന്ന അവസാനത്തെ പാട്ടല്ല പാടി. They did not sing their last song in that jail. അവർ പാടി 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 ദൈവത്തെ മഹത്വപ്പെടുത്തുക. They continued to worship the Lord and sing songs to the Lord. പ്രയാസങ്ങളിൽ നിങ്ങൾ പാടുന്ന ഓരോ പാട്ടും നിങ്ങളുടെ അവസാനത്തെ പാട്ടല്ല. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ആ പാട്ട് നിങ്ങൾ പാടി കണ്ടിന്യൂ ചെയ്തും ആമേൻ ദൈവ സമയം ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുന്നത് വരെയും നിങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയേ പറ്റൂ. And in your time of sorrows when you sing, let me remind you that is not going to be your last song, because you will continue to serve the Lord and sing for the Lord. കാരണം നിങ്ങൾ പാടുന്ന പാട്ട് മാനുഷിക പാട്ടോ മനുഷ്യരോടോ അല്ല, നിങ്ങൾ പാടുന്നത് ആരോടാണെന്ന് നിങ്ങൾക്ക് നല്ലൊരു ബോധ്യമുണ്ട്. ആ പാട്ട് കേൾക്കുന്ന ദൈവം എന്റെ സാഹചര്യങ്ങളെ നന്നായി അറിയുന്ന ദൈവമാണ്. And because when you sing during this time, you do not know to whom you are singing, not to the world, but it is the Lord and he knows it. ദൈവം നോക്കുന്ന നോട്ടം എന്തെന്നറിയാമോ? Do you know where the Lord looks? ആ പ്രതികൂലത്തിന്റെ നടുവിലും എന്റെ പൈതൽ പാടുന്നല്ലോ. He will be thinking that even in the time of adversity, my child is singing ആ for me. പ്രതികൂലത്തിന്റെ നടുവിലും അവന്റെ വായിൽ നിന്ന് സ്തുതി ഉയരുന്നല്ലോ. And even in that time, my child is bringing up praises to me. ഓ ദൈവത്തിന് അത് കണ്ട് മനസ്സിലിയ തോന്നുന്നു. And when the Lord sees that, he will ദൈവത്തിന് വെറുതെ ഇരിപ്പാൻ കഴിയത്തില്ല. and he will not be able to sit idly. അവർ പാടിയത് ഒരു പ്രധാനപ്പെട്ട പാട്ടുകളാണ്. And maybe they sang very important ഒരു songs. അസാധാരണ പാട്ടുകളാണ്. And that was an impossible song. ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകളാണ്. And those songs were songs of അല്ലാതെ praises. ഫൈനൽ സോങ് അല്ല. That was not their final അത് song. തീർത്തു പോകാമെന്ന് വിചാരിച്ചില്ല. That was not their last song. And ഇവിടമാണെങ്കിൽ ഇവിടം കൊണ്ട് തീരട്ടെന്ന് വിചാരിച്ചില്ല. they did not think that they are going to end here. ഇവിടെ പാടി തുടങ്ങുമായിരുന്നു. They began to sing. പാടി തുടങ്ങിയപ്പോ And when they began to അവർ sing, ചെയ്യാത്ത രീതിയിലുള്ള ശുശ്രൂഷകൾ അവിടെ നടക്കാൻ തുടങ്ങി. there were ministries that they never did that happened അതിന്റെ there. അടിസ്ഥാനം കുലുങ്ങാൻ തുടങ്ങി. And the foundation of the prison began to അവൻ shake. ജയിൽ ഇളകാൻ തുടങ്ങി. And the jail began to shake. അവിടെ ഉള്ളവർ ഇളകാൻ തുടങ്ങി. And the people around were shook. നിന്റെ ശുശ്രൂഷ മാറും. Your ministry will change. നീ പാടാൻ തുടങ്ങിയാൽ When you begin to sing, പ്രതികൂലം കണ്ടിരിക്കല്ലേ. do not look into your adversity സങ്കടം and sit പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. idle. Do not mourn about your situation. അവസാനത്തെ പാട്ട് പാടി തീർക്കാമെന്ന് വിചാരിക്കല്ലേ. Don't think that you're going to sing your final പാട്. song. You have to sing, ഇതൊരു തുടക്കമാ. because it is just the നിന്റെ beginning. മിനിസ്ട്രി മാറാൻ പോവാ. And your ministry is going to change. നിന്റെ സ്വഭാവം മാറാൻ പോവാ. And your ways are going to change. നിന്റെ സ്വഭാവം മാറാൻ പോവുകയാ. Your character is going to change. നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവാ. And the Lord is going to use you. കാലം മാറും. The times might change. ഇവിടെ നീ കാണാത്തത് കാണും. And you will see things that you have never seen ഇളകാത്തത് before. ഇളകും. And what has never shook before will shake. മനസ്സുകൾ ഇളകാൻ തുടങ്ങും. And the hearts will change. മനുഷ്യൻ വിളിക്കാൻ തുടങ്ങും. And man will begin to call you. ഞങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? And you have to do this to be saved. ഞങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? What do we have to do to be saved? ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? What do we have to do ഇന്ന് to be പകൽ saved? ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേൽക്കുമോ? Can we all rise?
കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിച്ചോണം. In Colossians we studied that we have to look into what is above and not what is on the things of the earth. ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് അന്വേഷിപ്പാൻ. We have to seek what is above and not what is on the earth. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. Can we just try that? നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. Let's try that. നമ്മൾ ഒത്തിരി പേര് കാണും കേൾക്കും ചെയ്യുന്നുണ്ടാകും. We might be seeing many people and people are looking us. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. And that is why in gospel we see that even though there are trials that you have to face in the world, you have to put your confidence in God. അവസാനം ഒരു വാക്ക് പറയട്ടെ. Let me remind you one last thing. ആരാധനയ്ക്കകത്തും നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. When you worship, you have to look for one thing. ദൈവത്തിന്റെ ഉദ്ദേശം അന്വേഷിക്കണം. You have to look for the purpose of the Lord. പ്രാർത്ഥനയ്ക്കകത്ത് എന്തെങ്കിലും പ്രവൃത്തി ദൈവം ചെയ്യുമോ? You have to think about, will there be any work that will happen in this ഈ prayer? സാഹചര്യത്തിന്റെ പിന്നിൽ ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? Is there any provisions or is there any purpose that God has in the midst of the situation? ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? Is the Lord working? സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, The psalmist says, എന്റെ സഹായം എവിടെ നിന്ന് വരും? from where will my help come from? എന്റെ സഹായം എവിടെ നിന്ന് വരും? From where will my help come from? എന്റെ സഹായം എവിടെ നിന്ന് വരും? From where will my help come from? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറ, എന്റെ സഹായം എവിടെ നിന്നാ വരുന്നേ? If we have that courage, let us say, from where our ജയിലിന്റെ help will come. അധികാരികളിൽ നിന്നല്ല. It does not come from the jail authorities. അവിടെയുള്ള ഗവൺമെന്റിൽ നിന്നല്ല. It does not come from the government. അവൻ എന്നെ അയച്ചവരിൽ നിന്നല്ല. It does not come from the people who sent എന്റെ us. സഹായം ദൈവത്തിൽ നിന്നാ വരുന്നേ. Our help comes from our Lord. Praise the Lord. Amen. ഈ പ്രതികൂലത്തിന് നടുവിൽ അപ്പോസ്തലനായ പൗലോസ് എന്താ വിളിച്ചു പറഞ്ഞെന്നറിയാവോ? And even in this time of trouble, do you know what Paul says? ഞാൻ നിലവിളിക്കേണ്ട സ്ഥാനത്ത് ഒരുത്തൻ നിലവിളിച്ചോണ്ടിരിക്കുക അവിടെ. When I am supposed to be mourning and weeping, there is എന്നെ another person who is praying. ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്ന് വിചാരിച്ച് നിലവിളിക്കേണ്ട സ്ഥാനത്ത് ഇപ്പൊ അവൻ നോട്ടക്കാരൻ നിന്ന് വിളിക്കുക, ഞാൻ രക്ഷപ്പെടാൻ എന്തോ ചെയ്യണോന്ന്. And now when he has to be the person who is mourning and thinking about how he will escape, we see that the God is crying out. നീ വിളിക്കേണ്ട നിലവിളി നിന്റെ മുമ്പിൽ അവൻ വിളിച്ചു കാണിക്കും. And now you see that the cry that you have to do, you will see that there is another person who's going to do ജയിലർ that. നിന്റെ മുമ്പിൽ നിന്ന് വിളിക്കും. The jailer will do that. നീ നിലവിളിക്കാനുള്ളതല്ല. It is not for you to cry out, പാടി ആരാധിക്കാനുള്ള ദൈവവേദന. but you have to pray to the Lord and നീ sing പാടി to the Lord. ആരാധിക്കുമ്പോ But when you pray and sing to നിന്റെ the മുമ്പിൽ Lord, ഒരുവൻ വിളിക്കുക. there is another person who's crying നിന്നെ out. അകത്താക്കിയവൻ വിളിക്കുക. The person who put you in is നീ crying വെളി out. വരരുതെന്ന് വിചാരിച്ച് കാവലിരുന്നവൻ വിളിക്കുക. The person who was trying to take guard of you ഞാൻ is calling രക്ഷപ്പെടാൻ out. എന്ത് ചെയ്യണം? What should I do to be saved? പൗലോസ് വിളിച്ചു പറഞ്ഞു, And Paul says, ഒരു ദോഷവും ചെയ്യരുത്. don't do any harm to him, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. because we are all here. എനിക്ക് അവിടെ ഒരു വാക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. I like this word. എന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, And it says, ഉറക്കെ വിളിച്ചു പറഞ്ഞു. and then they said it with great voice. കണ്ടോ ആ വാക്ക് അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു And പറഞ്ഞു. we see that Paul says that do not do any harm to yourself because we are all here. ഒന്ന് ഉറക്കെ വിളിക്കാൻ തയ്യാറാകുമോ? Are you ready to say this with a great ഉറക്കെ sound? പറയാൻ തയ്യാറാകുമോ? Are we able to proclaim this loudly? രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? Verse 30. And verses 13 says that what should I do to be saved? പൗലോസ് മറുപടി പറഞ്ഞു, And Paul answered, കർത്താവിൽ വിശ്വസിക്കുക, believe in the Lord, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. and you and your household will be saved. അവന്റെ വീട്ടിൽ ചെന്ന് ദൈവവചനം പ്രസംഗിച്ചു. And then he went to his house and ജയിലറും proclaimed the gospel. കുടുംബവും രക്ഷ പ്രാപിച്ചു. And the jailer and his household were able to receive the wonderful salvation. Jesus. Amen. അവർ സ്നാനമേറ്റു. And he was baptized. ദൈവം അവർക്ക് വേണ്ടി ഒരു വഴി തുറന്നു. And the Lord opened a way for them. പകൽ ദൈവസല്ലായിരിക്കുന്ന ദൈവപൈതലേ, The children of God who are present here today, നിന്റെ അർദ്ധരാത്രി നീ എങ്ങനെ ഉപയോഗിക്കും? how are you going to use this time of darkness in the night? ഓരോ സാഹചര്യങ്ങളും തന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കും. The Lord will use all his instances to be for glory for him. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. Let me remind you one thing. പട്ടാപ്പകൽ വിശ്വസിക്കുന്നത് പോലെ അർദ്ധരാത്രിക്കും നീ ദൈവത്തിൽ വിശ്വസിച്ചു. As you put your trust in the Lord in your morning time, the same way you have to put your trust in the Lord in the night. വഴിയില്ലാത്തടത്ത് വഴി തുറക്കുന്ന ഒരു ദൈവം നമ്മുടെ. Because the Lord is the one who can open the way where there is no നീ way. വിളിക്കേണ്ട നിലവിളി നിന്റെ മുമ്പിൽ കേൾക്കുകയാ, നീ ആ നിലവിളിയുടെ മുമ്പിൽ ഒരു മറുപടിയായി മാറാൻ പോകും. And the cry that you have to cry out, you see another person doing it, and you are able to be that answer for that cry. കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. Let us raise our hands and praise the Lord. എനിക്ക് പാടണം.
I want to sing. എനിക്ക് ആരാധിക്കണം, I want to worship. എനിക്ക് സ്തുതിക്കണം. I want to praise the Lord. ഈ പ്രതികൂലം എന്റെ തടസ്സമല്ല, This trouble is not going to be a ഈ hindrance for me. പ്രശ്നം എന്റെ തടസ്സമല്ല. This trouble is not going to be ഞാൻ my പാടും. problem. I will sing. ഞാൻ ആരാധിക്കും, I will worship. ഞാൻ സ്തുതിക്കും. I will praise. അത് പകലും അർദ്ധരാത്രിയിലും And in the morning and in the night, ഏത് കാലഘട്ടത്തിലും in whichever season, ഞാൻ പാടും, I will sing. ഞാൻ സ്തുതിക്കും, I will praise. ഞാൻ ആരാധിക്കും. I will worship. എന്റെ ആത്മാവിനെ ഞാൻ ശക്തിപ്പെടുത്തും. And I will strengthen my spirit. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മുമ്പാകെ And സമർപ്പിച്ചാൽ if you believe it, you surrender to the നീ Lord. പ്രതികൂലത്തെ ജയിക്കും. You will be able to conquer this നീ adversity. രക്ഷപ്പെടുക മാത്രമല്ല, And you will be saved. And not നിന്നോട് just that, കൂടെ ഉണ്ടായിരുന്നവരുടെ രക്ഷപ്പെടാൻ even your household and the people around you will be മുമ്പോട്ട് വന്ന് saved. പ്രാർത്ഥിക്കാൻ പോവുകയാ. Amen. കരം താഴ്ത്തിയിടരുത്. ഈ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന വാചകമായി പ്രാർത്ഥിക്കുക. കർത്താവേ, അർദ്ധരാത്രിയിലും നീ ഇറങ്ങുന്ന ദൈവം. And as we pray, let us pray that God, you are the God who will come even in the darkest time of the night. സഹോദരാ, ഇത് നിന്നോടുള്ള ദൂത. And this is the message to you, child of സഹോദരി, ഇത് God. നിന്നോടുള്ള ദൂത. This is the message to you, daughter of കടന്നു God. പോകുന്ന അർദ്ധരാത്രിയുടെ നടുവിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുകയാ. And in the time of your darkest night, the Lord is നീ coming ഒരു for കാര്യം you. മാത്രം ചെയ്താൽ മതി. Only one thing you have to do. ആത്മാവിനെ ശക്തിപ്പെടുത്തണം. You have to strengthen your spirit and soul. ആത്മാവിനെ ശക്തിപ്പെടുത്തണം. You have to strengthen your spirit and ആത്മാവ് soul. തളർന്നു പോകരുത്. Your spirit should not be ആത്മാവ് shattered. ക്ഷീണിച്ചു പോകരുത്. Your spirit should not be shattered. ആത്മാവ് ക്ഷീണിക്കല്ലേ. Your spirit should not be shattered. പ്രാർത്ഥിക്കാം.